തൃശൂർ പെരുമ്പിലാവിൽ റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയ തർക്കത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസ്. തൊടുപുഴയിൽ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ബിസിനസ് പങ്കാളിയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവം. ഇതോടൊപ്പം ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാരമ്പര്യവേദിയൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ദിവസം കൂടിയാണിന്ന്. സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് തൃശൂർ പെരുമ്പിലാവിലെ കൊലക്കേസാണ്. പെരുമ്പിലാവ് കൊലക്കേസിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ്. റീൽസ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാത്രിയിലാണ് ഈ നടക്കുന്ന സംഭവം പുറത്തു വരുന്നത്. കൊലക്കേസിലെ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു. ഈ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിക്കുന്നത് പറയുന്നുണ്ട്. അതിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലുള്ള വ്യക്തിവിരോധം ഇവർ തമ്മിലുണ്ടായിരുന്നോ? ടോം, ഇതിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യങ്ങളിലേക്ക് പോകും തോന്നുന്നു. പക്ഷേ റീൽസ് എടുത്തത് ഇവർ ലഹരി ഇടപാടുമായെല്ലാം തന്നെ വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. പല കേസുകളിലെല്ലാം തന്നെ ഈ കൊല്ലപ്പെട്ട അക്ഷയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഇപ്പോൾ ഇതിൽ പ്രതികളായിട്ടുള്ളവർ എല്ലാം തന്നെ അത്തരം കേസുകളിലെല്ലാം തന്നെ പ്രതികളാണ്. ഈ റീൽസ് എടുക്കുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ ഒരു റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ അക്ഷയ്ക്ക് തോന്നുന്ന ഒരു സംശയമാണ്, ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ തന്നെ വിട്ട് മറ്റൊരു ഗ്യാങ്ങായി അവർ മാറിയോ എന്നതാണ്. ഈ ലിഷോയുടെ ഒരു സുഹൃത്ത് നിഖിലിന് ഒപ്പം ചേർന്നുള്ളതായിരുന്നു ഈ റീല് എടുത്തു വന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ ഒരു സംഘമായി അവർ മാറിയോ, തന്നിൽ നിന്ന് അവർ മാറിയോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ ഇന്നലെ ലിഷോയെ ഫോണിൽ വിളിച്ച ശേഷം ഇത് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ലിഷോയുടെ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ചെല്ലുമ്പോൾ തന്നെയും അവിടെ ഉണ്ടായിരുന്നൊരു വാഹനത്തിൻ്റെ ചില്ല് തകർത്തുകൊണ്ടാണ് അക്ഷയകത്തേക്ക് വരുന്നത്. ഉടനെ വാക്ക് തർക്കത്തിലെല്ലാം തന്നെ ഏർപ്പെടുന്നു. വലിയ ബഹളത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇവർക്കൊപ്പം ഈ ലിഷോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നിഖിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റുള്ളവരെല്ലാവരും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ പലവട്ടം പ്രതിയായവരാണ്. ബാദുഷ, ആകാശ് എന്നീ രണ്ടുപേരും കൂടി അവിടേക്ക് വരുന്നു. ഇവരുമായിട്ട് ഈ വാക്ക് തർക്കം പിന്നീട് അത് തല്ലിലേക്ക് മാറുന്നു, പരസ്പരം പോർവിളികളാകുന്നു. അങ്ങനെ ഈ അക്ഷയ് ആക്രമിക്കുന്നു, അക്ഷയെ തിരിച്ചാക്രമിക്കുന്നു. അക്ഷയ്ക്ക് തലയ്ക്ക് 3 വെട്ടേറ്റിട്ടുണ്ട്, ക്രൂരമായ രീതിയിൽ തന്നെ 3 വെട്ടേറ്റിട്ടുണ്ട്. ഇതിനിടയിൽ ബാദുഷയ്ക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ വലിയ ബഹളത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്നു. വെട്ടേറ്റ അക്ഷയ് അവിടെ തന്നെ വീഴുകയായിരുന്നു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുന്നു. ഇതിൽ ഈ വെട്ടേറ്റ് വീണ ബാദുഷയെ പോലീസ് എത്തിയ ശേഷം ആശുപത്രിയിലേക്കടക്കം മാറ്റുന്നു. ഇയാൾ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റു പ്രതികളെയും എല്ലാം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ സ്ഥലത്ത് വീടിനടുത്തുള്ള ലിഷോയെ കിട്ടിയിരുന്നില്ല. ലിഷോയ്ക്ക് വേണ്ടി ഇന്നലെ വലിയ രീതിയിലുള്ളൊരു തെരച്ചിൽ ആ മേഖലയിലെല്ലാം തന്നെ നടത്തിയിട്ടും ആ ലിഷോയെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് വീണ്ടും തിരച്ചിൽ ആ ഭാഗത്ത് തുടരുമ്പോൾ പോലീസിൻ്റെ മുന്നിലേക്ക് ആകസ്മികമായി ഇയാൾ വന്നുപെടുകയായിരുന്നു. പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് കുതിര ഓടാൻ സമ്മതിക്കാതെ ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട അക്ഷയുമായി ചേർന്നുകൊണ്ട് ഇവർ കാലങ്ങളായിട്ട് ഈ ലഹരി ഇടപാടും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ചെയ്തു പോരുകയായിരുന്നു. ഇന്നലെ ഈ തോന്നിയ സംശയമാണ് തന്നെ ഇവരിൽ നിന്ന് മാറ്റി നിർത്തി ഇവർ വേറൊരു ഗ്യാങ്ങായി മാറുന്നുവെന്ന് ഈ റീൽസ് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സംശയം. അതെല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണ്. ആ ചോദ്യം ചെയ്യലാണ് ഈ രീതിയിലുള്ള നിഷ്ഠൂരമായൊരു കൊലപാതകത്തിലേക്കടക്കം കലാശിച്ചിട്ടുള്ളത്. ഇന്നലെ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തി മറ്റു പ്രതികളെ എല്ലാം തന്നെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും മുഖ്യപ്രതിയായ ലിഷോയിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ലിഷോയി പരിസരവാസി ആയതുകൊണ്ട് തന്നെ ഈ മേഖല നന്നായിട്ട് പരിചയമുള്ള ആളുകൊണ്ട് തന്നെ അയാൾക്ക് രാത്രി ഒളിച്ചിരിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ പിന്നീട് ഇയാളെ ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിൽ വീണ്ടും പോലീസ് വലിയ രീതിയിലൊരു തെരച്ചിലേക്ക് രാവിലെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു ആ പ്രദേശം. വീണ്ടും വിപുലമായൊരു തിരച്ചിലേക്ക് നീങ്ങുമ്പോഴാണ് ഇയാൾ വന്നുപെടുന്നത്. പിന്നീട് അവിടുന്ന് ചാടി മറ്റൊരിടത്തേക്ക് മാറിയെങ്കിലും പോലീസ് സമയോചിതമായി തന്നെ ഇടപെട്ടുകൊണ്ട് ആ വീടും പരിസരവും എല്ലാം തന്നെ വളഞ്ഞ് ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും കൊലപാതകം, അതും ലഹരി ഇടപാടുകാർ തമ്മിൽ തന്നെ, ലഹരി തന്നെയാണ് എവിടെയും വില്ലനാകുന്നത് എന്നതാണ് ടോം അതിൽ നമ്മൾ കാണേണ്ടത്.
തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ലഹരിയാണ് ഇവിടെയും വില്ലനാകുന്നത്. കാരണം ഈ സമീപകാലത്ത് കേരളത്തിൽ അരങ്ങേറിയ പല കൊലപാതക കേസുകൾ പരിശോധിച്ചാലും അവിടെ ലഹരിയായിരുന്നു വില്ലൻ. പക്ഷേ ഡാനി, ഈ തൃശ്ശൂരിലെ ഈ കേസുകൾ, തൃശ്ശൂരിലെ ഈ കൊലപാതകം, പെരുമ്പിലാവിലെ കൊലപാതകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കൊല്ലും കൊലയും അല്ലെങ്കിൽ ക്രൈം കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. ഈ സമീപ നാളുകളിൽ അല്പം ശാന്തമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ന്യൂ ഇയർ ദിനത്തിൽ, പുതുവത്സര ദിനത്തിൽ അന്ന് തൃശ്ശൂരിലൊരു യുവാവിനെ, പ്രായപൂർത്തിയാകാത്ത, അതായത് 15 വയസ്സ് പ്രായമുള്ള ഒരു കൗമാരക്കാരൻ കൊലപ്പെടുത്തിയ സംഭവം, അവിടെയും വില്ലനായത് ലഹരിയായിരുന്നു. വീണ്ടും ഈ ലഹരി സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ തൃശ്ശൂരിൽ വീണ്ടും അവരുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള നടപടികളാണ് ഈ ലഹരി സംഘങ്ങൾക്കെതിരെ, ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ഇപ്പോൾ ഉണ്ടാകുന്നത് ഡാനി? ടോം സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഒരു സമയത്ത് നമ്മൾ ഈ കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ വലിയ ഗ്യാങ്ങുകൾ, താവളങ്ങൾ, ഇതെല്ലാം പറയുമ്പോൾ അപ്പോഴും അതിന് തൊട്ടടുത്തുള്ള ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ നഗരത്തിൽ നിന്ന് വിട്ടുനിന്നുള്ള മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ഈ ഗ്യാങ്ങുകളും അതിൻ്റെ ഓരോ സംഘടനകളും എല്ലാം തന്നെ പതിവായ ഒരു സ്ഥലം തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. അതിനിടയ്ക്ക് കുറച്ച് ഒരു അമർച്ച വന്നിരുന്നുവെങ്കിലും ആ പഴയ രീതി അത് ഇവിടെയുണ്ട് എന്ന് ഉണർത്തിച്ചുകൊണ്ട് പലപ്പോഴും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നോളം ചില ഇടവേളകൾ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സജീവമായിട്ട് തന്നെ ഒരു പാരലൽ ലൈനിലേക്കെല്ലാം തന്നെ പോകുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പായിരുന്നു സ്വരാജ് റൗണ്ടിൽ ഒരു കൊലപാതകമടക്കം നടക്കുകയും ചെയ്തു. അതിനും ലഹരിയുടെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സജീവമാകുന്ന ഈ സംഘടനകൾ പലതും തന്നെയും ലഹരി കേന്ദ്രീകരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ അടുത്തിടെ ഉണ്ടാകുന്ന പല സംഭവങ്ങളും, സംഘടനകളും, കൊലപാതകങ്ങളും എല്ലാം ഈ രീതിയിൽ തന്നെ ചിത്രീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ തൃശ്ശൂരിൽ പലപ്പോഴും പല ഗുണ്ടാ നേതാക്കളും തന്നെയും ഇതുപോലുള്ള ഒരു ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പല പരിപാടികൾ സംഘടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇതുപോലെ വലിയ രീതിയിലേക്ക് മറ്റു ഗ്യാങ്ങുകളെ തോൽപ്പിക്കുന്ന രീതിയിലേക്ക് നടത്തുക, അത് പിന്നീട് കേസാക്കുക, ഇതെല്ലാം തന്നെ സജീവമായിരുന്നു. ഈ കുറച്ച് നാളുകളായിട്ട് പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഒരു അമർച്ച ചെയ്യാനുള്ള സജീവ ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസ് കുറേയെങ്കിലും താഴേക്ക് കൊണ്ടുവരാനും പോലീസ് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ചരട് പൊട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇങ്ങനെയും ചില സംഭവങ്ങൾ അതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ഇടപെടലടക്കം അതിൽ പോലീസ് നടത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് സത്യം. തൃശ്ശൂർ നഗരം വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും റൂറൽ പോലീസിൻ്റെ ലിമിറ്റിലാണ് കൂടുതലും ഇത്തരം കേന്ദ്രങ്ങളും ഇതുപോലുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗം, പക, കുടിപ്പക, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത്. പോലീസ് കൃത്യമായി ഇടപെടേണ്ട ഇടങ്ങൾ തന്നെയാണ് ഇത്. അവിടെ അത്തരം ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ പഴയ കാലത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ടോം, അത് തന്നെ ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂരിൽ വീണ്ടും ചോര പൊടിയുന്ന അവസ്ഥ, യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. അവിടെ ലഹരി പ്രധാന വില്ലനാകുന്നു. ലഹരി സംഘങ്ങളും ക്രിമിനൽ സംഘങ്ങളും തൃശ്ശൂർ നഗരത്തിൽ പിടിമുറുക്കുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ചെറിയ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം, അതിനപ്പുറം ലഹരി ഇടപാടിലെ പ്രധാനികളാണ് ഈ പ്രതികളും, പിടിയിലായ 4 പ്രതികളും കൊല്ലപ്പെട്ട യുവാവും എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.